Hello friends, Technique Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മോട്ടോറോളയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ മോട്ടോ G6 ആണ്. അപ്പോൾ മോട്ടോ G6 ഇന്നലെയാണ് ഇന്ത്യയിൽ അനൗൺസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മോട്ടോ G6 ആണ്. ഇത് രണ്ട് വേരിയൻ്റാണ് അവൈലബിൾ. 3GB റാമും 32GB സ്റ്റോറേജും 4GB റാമും 64GB സ്റ്റോറേജുമാണ്. അതിൻ്റെ രണ്ടിന് പ്രൈസും വ്യത്യാസമുണ്ട്. 13,999 ആണ് 3GB റാമിൻ്റെ പ്രൈസിങ്. 15,999 അതായത് 16,000 ആണ് 4GB റാമിൻ്റെ പ്രൈസിങ്ങും. അപ്പോൾ നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസിൽ ഒരു ക്വിക്കായിട്ട് നോക്കാം. ഇതിൽ വരുന്നത് 5.7 ഇഞ്ച് ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 18:9 ആസ്പെക്ട് റേഷ്യോ. സ്നാപ്ഡ്രാഗണിൻ്റെ 450 ഒക്ടകോർ ചിപ്സെറ്റ് ആണ്. 3ഉം 4ഉം GB റാമിൽ വരുന്നുണ്ട്. 64GB സ്റ്റോറേജും വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. 12 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയും 5 മെഗാപിക്സൽ സെക്കൻഡറി ക്യാമറയും. പിന്നെ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് 16 മെഗാപിക്സലിലെ ലോ ലൈറ്റ് സെൽഫി ഉണ്ട്. ഇന്ത്യൻ വേരിയൻറ്റിൽ മാത്രമേ 16 മെഗാപിക്സൽ സെൽഫി വരുന്നുള്ളൂ. ഇന്ത്യക്ക് പുറത്ത് അനൗൺസ് ചെയ്ത വേരിയൻറ്റിൽ 8 മെഗാപിക്സൽ ക്യാമറയായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് ആയ 16 മെഗാപിക്സൽ ലോ ലൈറ്റ് സെൽഫി ക്യാമറയും ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഫ്ലാഷും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒക്ടകോർ ചിപ്സെറ്റ് ആണ്. സ്നാപ്ഡ്രാഗൺ 450, 3000 mAh കപ്പാസിറ്റി ബാറ്ററിയും ടർബോ പവർ ചാർജിങ്ങും ഉണ്ട്. ടർബോ പവർ ചാർജിങ് നമുക്ക് എല്ലാ മോട്ടോ ഡിവൈസസിലും കണ്ടിരുന്ന പോലെ തന്നെയാണ് ഇതിലും ടർബോ പവർ ചാർജറും പ്രൊവൈഡറാണ് ഇതിനകത്ത്. അപ്പോൾ നമുക്കിതിൻ്റെ ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. ഇത് നമ്മുടെ കയ്യിലുള്ള ബ്ലാക്ക് വേരിയൻ്റാണ്. 4GB റാമിൻ്റെ ബ്ലാക്ക് വേരിയൻ്റാണ്. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ മുകളിൽ മോട്ടോ G6 കാണാം. നമുക്ക് ഈ ഫോൺ ഒരു മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കാം. ബാക്കി എല്ലാ ബോക്സിനകത്ത് വരുന്ന കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് ഡിവൈസിലേക്ക് വരാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു ഗൈഡാണ്. റീഡ്മി ഗൈഡും റെഗുലേറ്ററി ഇൻഫർമേഷനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഹൈബ്രിഡ് സിം കാർഡ് അല്ല വരുന്നത്. 2 ഡെഡിക്കേറ്റഡ് സിം കാർഡ് സ്ലോട്ടുണ്ട്. അതായത് നമുക്ക് 2 സിം കാർഡ് സ്ലോട്ടും പിന്നെ ഒരു മൈക്രോ SD കാർഡ് സ്ലോട്ടും ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊരു ഹൈബ്രിഡ് സ്ലോട്ടല്ല. അപ്പോൾ മൈക്രോ SD കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് അത് മാറ്റാണ്ട് തന്നെ 2 സിം കാർഡ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു USB Type-C കേബിളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഇയർഫോൺ കൊടുത്തിട്ടുണ്ട്. ഇയർഫോണിൻ്റെ ക്വാളിറ്റി ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇയർ ടിപ്സ് അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിനകത്ത് വരുന്ന ഇയർഫോൺസിൻ്റെ ക്വാളിറ്റി. കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ്, ബഡ്ജറ്റ് ക്വാളിറ്റിയാണ്. സാധാരണ മോട്ടോ ഡിവൈസസ് ഇയർഫോൺസ് ഷിപ്പ് ചെയ്യാറില്ല. പ്രോബ്ലി 1-2 ഡിവൈസസിൽ മാത്രമേ നമ്മൾ ഇയർഫോൺസ് കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതിനകത്ത് ഒരു ആഡഡ് ഫീച്ചറായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിന് പറയാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു അഡാപ്റ്ററാണ്. അഡാപ്റ്ററിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് 5 വോൾട്ട് 3 ആംപിയർ, 9 വോൾട്ട് 1.6 ആംപിയർ, 12 വോൾട്ട് 1.2 ആംപിയർ. അതാണ് ടർബോ പവർ ചാർജിങ്ങുള്ള ചാർജിങ് അഡാപ്റ്റർ. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു സിം ഇജക്ടർ പിന്നുമാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ബോക്സിനകത്തുള്ളത്. നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് മോട്ടോ G6 ലേറ്റസ്റ്റ് ആയി അനൗൺസ് ചെയ്ത G സീരീസിലെ ഏറ്റവും പുതിയ ഫോണാണ് G6. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ഇതിൽ വരുന്നത് 3D ഗ്ലാസ് ആണ്, പ്രോപ്പർ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട് ബാക്കും ഫ്രണ്ടിലും. ഗോറില്ല ഗ്ലാസ് 3 ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. 12ഉം 5 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറയാണ്. പിന്നെ മോട്ടോ ലോഗും കാണാം, LED ഫ്ലാഷും. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ നോക്കുമ്പോൾ തന്നെ കാണാം മോട്ടോറോളേൻ്റെ ലാസ്റ്റ് ഇയർ അനൗൺസ് ചെയ്ത മോട്ടോ X4 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിൻ്റെ അതേ ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇതിൽ ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ മോട്ടോറോളേൻ്റെ ഒഫീഷ്യൽസ് പറയുകയുണ്ടായി ഇതായിരിക്കും ഈ വർഷത്തെ ഡിസൈൻ ലാംഗ്വേജ്, അതായത് ഗ്ലാസും മെറ്റലിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ഫിനിഷ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. നല്ല കോമ്പാക്റ്റ് ഫോം ഫാക്ടറുമാണ്. 5.7 ഇഞ്ച് ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ പവർ ആൻഡ് വോളിയം കീസ് റൈറ്റ് സൈഡിലാണ്. ടോപ്പ് പാനലിൽ സിം ട്രേ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് 2 സിം കാർഡും ഒരു SD കാർഡും അറ്റ് ദ സെയിം ടൈം യൂസ് ചെയ്യാം. താഴത്തെ പാനലിൽ USB Type-C പോർട്ടും 3.5mm ഓഡിയോ ജാക്കുമാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഒന്നും തന്നെ ഇല്ല. ടോപ്പ് പാനലിൽ 16 മെഗാപിക്സൽ ക്യാമറയും LED ഫ്ലാഷും ഇയർ പീസുമാണ് വരുന്നത്. പിന്നെ താഴെ നമുക്ക് കാണാം ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറും മോട്ടോയുടെ ലോഗും കാണാം. അപ്പോൾ ഇതായിരുന്നു ഡിസൈൻ ആസ്പെക്റ്റ് മോട്ടോ G6ൻ്റെ. അപ്പോൾ ഓവറോൾ നല്ലൊരു ഗുഡ് ലുക്കിംഗ് സ്മാർട്ട് ഫോൺ എന്ന് വേണ്ടി നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. മോട്ടോ ലോഗും കാണാം. അപ്പോൾ നല്ലൊരു പ്രീമിയം ഫിനിഷ് തരുന്നുണ്ട് മോട്ടോ G6. ഇനി നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം. ഇതിൽ വരുന്നത് ആൻഡ്രോയിഡ് 8.0 ഒറിയോൺ ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് വരുന്നത്. അപ്പോൾ എല്ലാ മോട്ടോ ഡിവൈസസിനും പോലെ തന്നെ ഇതിലും സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് കൊടുത്തിരിക്കുന്നത്. കാര്യമായ അഡീഷണൽ ഫീച്ചേഴ്സ് ഒന്നുമില്ല. പക്ഷേ മോട്ടോ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് ഓൾറെഡി അറിയാം മോട്ടോ ഡിവൈസ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം മോട്ടോ കീ, മോട്ടോ ആക്ഷൻസ്, കുറച്ച് അഡീഷണൽ ഓപ്ഷൻസ് ലൈക്ക് 1 ബട്ടൺ നാവ്, ക്വിക്ക് സ്ക്രീൻഷോട്ട്, ചോപ്പ് ട്വൈസ് ഫോർ ഫ്ലാഷ് ലൈറ്റ്, ട്വിസ്റ്റ് ഫോർ ക്യാമറ ക്യാപ്ചർ, അങ്ങനെ അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. മോട്ടോ ഡിസ്പ്ലേ വരുന്നുണ്ട്, നൈറ്റ് ഡിസ്പ്ലേ വരും, നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ മോട്ടോ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സാണ് ഇതിനകത്ത്
വരുന്നത്. അല്ലാണ്ട് ബാക്കി നമുക്ക് വരുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്. അപ്പോൾ ഏറ്റവും ബേസിക്കായി UI ആണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് നോക്കാം. ഇതിൽ വരുന്നത് ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. 12 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയും സെക്കൻഡറി 5 മെഗാ പിക്സൽ ക്യാമറയും ഡെപ്ത് സെൻസിങ്ങിനാണ്. ഇപ്പോൾ ക്യാമറ ഇൻ്റർഫേസ് കുറച്ച് പുതിയതാണ്. നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കാണാം. പോർട്രേറ്റ് മോഡലുണ്ട്, പിന്നെ കട്ട് ഔട്ട് മോഡ്, സ്പോട്ട് കളർ, ടെക്സ്റ്റ് സ്കാനർ, അങ്ങനെ അഡീഷണൽ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. വീഡിയോ റെക്കോർഡിംഗ് 1080p റെസൊല്യൂഷൻ അറ്റ് 60 FPS ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ സെൽഫി ക്യാമറ നമ്മൾ നേരത്തെ പറഞ്ഞാൽ 16 മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. പിന്നെ ഒരു മാനുവൽ മോഡും ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് ഇതിനടുത്ത് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റിയാണ് Moto G6 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു sub 15K പ്രൈസ് പോയിന്റിലുള്ള സ്മാർട്ട് ഫോണിന് വേണ്ട അത്യാവശ്യം ബേസിക് ക്വാളിറ്റി എല്ലാം Moto G6 ക്യാമറയിലും വരുന്നുണ്ട്. അപ്പോൾ വിശദമായ ക്യാമറ റിവ്യൂ നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇനീഷ്യൽ ഇംപ്രഷൻസിൽ നമുക്ക് പറയുകയാണെങ്കിൽ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ എന്ന് വേണമെങ്കിൽ നമുക്ക് Moto G6 വിശേഷിപ്പിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ വരുന്നത് 3000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്, 3000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ടർബോ ചാർജിങ് ഉണ്ട്. അപ്പോൾ 1 ഡേ ബാറ്ററി ലൈഫൊക്കെ നമുക്ക് എങ്ങനെയാണെങ്കിലും കിട്ടുന്നതാണ്. പക്ഷേ നമ്മൾ പിന്നീട് റിവ്യൂ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയ ബാറ്ററിയെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു Moto G6 ഒരു അൺബോക്സിങ്, ഹാൻഡ്സ് ഓണും ക്യാമറ സാമ്പിൾസുമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ ഡിവൈസ് ആമസോണിലാണ് അവൈലബിൾ ആണ്. ഇന്നലെ രാത്രി മുതൽ ആമസോണിൽ അവൈലബിൾ ആണ്. ഇത് 2 വേരിയൻ്റിലാണ്, 13,999 15,999 നിങ്ങൾ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് പോയി നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു G6 അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.